അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട മന്ത്രം നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിച്ചു കൊടുത്ത ഒരു മന്ത്രമാണ്. ലോകത്തിൻ്റെ നേതാവായ അല്ലാഹുവല്ലാത്ത മറ്റുള്ള എല്ലാവരേക്കാളും മഹത്വമുള്ള മുത്തായ തങ്ങൾക്ക് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് മന്ത്രിച്ചു കൊടുത്ത ഈ മന്ത്രം വല്ലാത്ത അത്ഭുതമാണ്. മുത്തായ തങ്ങൾക്ക് ചെറിയൊരു ക്ഷീണം ബാധിച്ചപ്പോൾ, ചെറിയൊരു അസുഖം വന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിച്ചു കൊടുത്ത മന്ത്രമാണ്. മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്ന ഹദീസാണ്. അന്ന ജിബ്രീല അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു അവിടെ നിന്ന് ചോദിക്കുന്നു, യാ മുഹമ്മദ് ഇഷ്തഖൈത. തങ്ങളെ, നിങ്ങൾക്ക് അതായത് അസുഖം ബാധിച്ചു, ക്ഷീണമായിട്ടുണ്ട്, ശാരീരികമായി വല്ല അസുഖം വന്നോ? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, നഅം, അതേ ജിബ്രീലെ. ആ നേരം മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് മന്ത്രിച്ചു കൊടുത്ത മന്ത്രമാണ് ഇനി പറയുന്നത്. ഇതാണ് ആ മന്ത്രം. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഇതാണ് ആ മന്ത്രം. ഈ മന്ത്രം മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് മന്ത്രിച്ചപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ക്ഷീണം, ശാരീരികമായ ഒരു അസുഖം അവിടെ നിന്ന് നീങ്ങിപ്പോയി. അത്രയും മഹത്വമുള്ള ഈ ഒരു മന്ത്രം നമുക്കെയും പഠിച്ചു വെക്കണം, നമ്മുടെ മക്കൾക്കും നമുക്കും. അതേപോലെ തന്നെ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഈ ഒരു ദിക്ർ, ഈ ഒരു പ്രാർത്ഥന ചൊല്ലി മന്ത്രിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.